ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ്. മാലയിലെ അത്യാവശ്യം ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് കറി പോട്ട്. ആക്ച്വലി ഞങ്ങളുടെ അവിടുന്ന് 10 മിനിറ്റ്സേ ഉണ്ടായുള്ളൂ കറി പോട്ടിലേക്ക്. പക്ഷേ ഗൂഗിൾ അമ്മച്ചി ഞങ്ങളെ ചതിച്ചു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ വരാൻ ഒരു 20 മിനിറ്റ്സ് എടുത്തു. മെനു നോക്കുന്നത് ഒരു ആചാരമായതുകൊണ്ട് മെനു നോക്കി കുറച്ച് നേരം വരുന്നു. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചത് ബിരിയാണി തന്നെ. ഞങ്ങൾ കുറച്ചേറെ ദൂരം നടന്നെങ്കിലും ബിരിയാണി കഴിക്കാനാണല്ലോ എന്നോർത്തപ്പോൾ അത് കുഴപ്പമില്ലാതെ തോന്നി. പക്ഷെ ഭയങ്കരമായിട്ട് ടയർഡായിരുന്നു ചെന്നപ്പോൾ. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ബിരിയാണി കഴിക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിരിയാണി വന്നു, പിന്നെ ഒന്നും നോക്കില്ല. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നു. ഇതുപോലുള്ള ഡയലോഗുകളൊക്കെ കുറേ കേട്ടതാണ്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ആക്കത്തില്ല. എനിക്ക് ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആണ്. എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. പിന്നെ കറിപ്പോട്ടിലെ ബിരിയാണി ഒരു രക്ഷയില്ല, അടിപൊളി. ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓൾറെഡി ഞങ്ങൾ ചപ്പാത്തി കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് നടക്കാൻ പോലും വയ്യായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞ്. പിന്നെ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതും വാങ്ങിച്ച് വീട്ടിൽ വന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.